ലോക പ്രശസ്ത ഗ്രാൻഡ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ കോട്ടക്കൽ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഷോട്ടോക്കാൻ കരാട്ടെ സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ നാസർ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ ഷോബുക്കാൻ കരാട്ടെ അസോസിയേഷൻ ജപ്പാന്റെ സഹകരണത്തോടെയായിരുന്നു സെമിനാർ. ആധുനിക കരാട്ടയുടെ പിതാവായ ഗിജിൻ ഫുനാക്കോഷിയുടെ ശിഷ്യൻ സെൻസെ സുഷിമയുടെ ശിഷ്യനായ 10th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ കാഞ്ചോ മസായ കൊഹാമ മുഖ്യാതിഥിയായി. കരാട്ടെ കലയിലെ സൂക്ഷ്മതകളും പ്രതിരോധ മുറകളും നേരിട്ട് കണ്ടറിയാനും പഠിക്കാനും പരിശീലകർക്കും വിദ്യാർത്ഥികൾക്കും ലഭിച്ച അപൂർവ അവസരമായിരുന്നു ഈ സെമിനാർ. കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ കെ നാസർ ഉദ്ഘാടനം ചെയ്തു. തുടക്കം ഗംഭീരമായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ സാന്നിധ്യത്തിൽ പ്രിയങ്കരായ മജീദ് സാറിൻ്റെയും അതുപോലെ തന്നെ മുസ്തഫ സാറിൻ്റെയും വിദേശത്ത് നിന്ന് വന്ന വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെയും തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഇൻസ്ട്രക്ടർമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിക്കാൻ ഉതകുമെന്ന മാറുന്ന രീതിയിലാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ സെൽഫ് ഡിഫൻസ് അക്കാദമി ഹോസ്റ്റ് ഹാൻഷി കെ അബ്ദുൽ മജീദ് അധ്യക്ഷനായി. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഗിജിൻ ഫുനാക്കോഷി അവരുടെ ശിഷ്യനായ സുഷാമി എന്ന ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നമ്മുടെ കാഞ്ചോ മസായ കൊഹാമ. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എല്ലാവരും വളരെ ഡിസിപ്ലിനോടുകൂടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ കരാട്ടെ രംഗത്തെ പ്രസിഡന്റും ടെക്നിക്കൽ ഡയറക്ടറുമായ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് സെൻസെ അജിത് കുമാർ വിശിഷ്ടാതിഥിയായി. മലപ്പുറം കോട്ടക്കൽ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് വേദിയൊരുക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് സാറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്റർനാഷണൽ ചെയർമാൻ അംബാസിഡർ ഡോക്ടർ AM മുസ്തഫ പട്ടാമ്പി ആശംസ നേർന്നു. 4000-ലേറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഒരു അതിമനോഹരമായ ഇന്നത്തെ ഒരു അവസരം നമ്മുടെ രക്ഷിതാക്കൾക്കെല്ലാം അത് വലിയൊരു പാഠം തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മൾ വളർന്നത് പോലെയല്ല. അവർക്ക് ഈ അഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോകാൻ ഇത് വലിയ ഒരു ഉപകാരമായിരിക്കും. സെൻസെ കെ മഹിറ ഷെറിൻ സ്വാഗതവും സെൻസെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.